അസ്സലാമലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അരമണിക്കൂർ കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു കുഴിമന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: പച്ചമുളക്, കുരുമുളക്, മാഗി ക്യൂബ്, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പ്, തക്കോലം, ഏലയ്ക്ക, ഉണക്ക നാരങ്ങ, ഒരു ക്യാപ്സിക്കം. ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. മാഗി ക്യൂബ് നമുക്ക് വലുതാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2-3 എണ്ണം മതി. ഇതിൻ്റെ ചെറുതായതുകൊണ്ടാണ് ഒരു 4-5 എണ്ണം ഞാൻ എടുത്തത്. പിന്നെ വേണ്ടത് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ നിർബന്ധമായിട്ടും വേണം, 1 കപ്പ് തന്നെ വേണം. ഇതിൽ ഞാൻ വേറെ എണ്ണ ഒന്നും ചേർക്കുന്നില്ല, ഈ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു ഇത്തിരി റെഡ് കളറ്, 1 ടീസ്പൂൺ ചില്ലി കാശ്മീരി പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം 1 കിലോ അരി എന്ന് വെച്ചാൽ ഞാൻ എടുത്തേക്കുന്ന കുഴിമന്തി റൈസാണ്. ബസുമതി റൈസോ ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ കുഴിമന്തി റൈസ് തന്നെയാണ് എടുത്ത് കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം. പിന്നെ അതിനുശേഷം ഒരു കുക്കർ എടുത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ എല്ലാം കൂടെ എടുത്ത് ആ കുക്കറിനകത്ത് ഇട്ട് അടുപ്പത്ത് വെച്ച് 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തിടണം. അത് കഴിഞ്ഞ് ഒരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം അടുപ്പത്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം അരി എടുത്ത് വെള്ളത്തിലിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. 1/4 വേവ് മതി, ഫുൾ വേവണ്ട. 1/4 വേവാകുമ്പോൾ വേവിച്ച് കോരി മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമ്മളെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. പിന്നെ കുഴിമന്തി ഉണ്ടാക്കുന്ന പാത്രം എടുത്തിട്ട് ഈ ചിക്കൻ്റെ മിക്സ് മൊത്തത്തോടെ അതിലോട്ട് തട്ടി കൊടുക്കണം. താഴെ തട്ടി നിരത്തി വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ആദ്യം കുറച്ച് അതിൻ്റെ മുകളിൽ തട്ടിക്കൊടുത്ത് ഈ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണയും മഞ്ഞ കളർ കുറച്ച് മിക്സ് ചെയ്തതും പച്ചമുളകും ഉണക്ക നാരങ്ങയും കൂടെ ഇട്ട് വയ്ക്കുക. പിന്നെ ബാക്കി റൈസും കൂടെ അതിൻ്റെ മുകളിലിട്ടിട്ട് ഇതേ ചെയ്ത ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിലും കൂടെ ചെയ്ത് എണ്ണയും ഈ മഞ്ഞ കളറും മുളകും കൂടെ കുത്തി വെച്ച് ഈ ഉണക്ക നാരങ്ങയും കൂടെ ഇട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നേരം ദമ്മിട്ട് വയ്ക്കണം. ദമ്മിട്ട് അങ്ങനെ അടച്ച് നല്ല പോലെ എയർ പുറത്ത് പോവാത്ത വിധത്തിൽ നല്ല പോലെ അടച്ച് വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും തുറന്ന് നോക്കുക. എന്നിട്ട് ഈ ചോറും ചിക്കനും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. അതേ ടേസ്റ്റുമാണ്, അതേ മണവും എല്ലാം അതേപോലെ തന്നെ കിട്ടുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ ഈ പുതിയ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും.